വിഷയം പറയുന്നത് പരിശുദ്ധമ്മയുടെ സുധാരോപണ തിരുനാൾ നമ്മുടെ ഭാരതത്തിൻ്റെ 78ാം സ്വാതന്ത്ര്യ ദിനവും നമ്മൾ ഇന്ന് ഘോഷിക്കുകയാണ്, കൊണ്ടാടുകയാണ്. ഈ ദിവസത്തിൻ്റെ നല്ല ആശംസകൾ ഏവർക്കും അറിവ് തന്നെ നേരുകയാണ്. പക്ഷെ നമ്മുടെ സ്വർണ്ണാരോപണം എന്നുള്ള വാക്ക്, കർത്താവിൻ്റെ സ്വർണ്ണാരോപണം എന്നുള്ള വാക്ക് നമ്മൾ പലപ്പോഴും അത് വളരെ കൺഫ്യൂസ്ഡാണ്. നമ്മൾ പലപ്പോഴും പറയുന്നത് കർത്താവിൻ്റെ സ്വർഗ്ഗാരോപണം, പരിശുദ്ധ മാതാവിൻ്റെ സ്വർഗ്ഗാരോപണം എന്നോ കർത്താവിൻ്റെ സ്വർഗ്ഗാരോഹണം, പരിശുദ്ധ മാതാവിൻ്റെ സ്വർഗ്ഗാരോഹണം എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ വ്യക്തത നമ്മൾ ആദ്യം തന്നെ വരുത്തേണ്ടതുണ്ട്. പരിശുദ്ധ അമ്മയുടെ സ്വർഗ്ഗാരോഹണം എന്നേ പറയാവൂ, എന്നാൽ കർത്താവിൻ്റെ സ്വർഗ്ഗാരോഹണം എന്നാണ് നമ്മൾ പറയുക. അതിന് കാരണം കർത്താവ് തൻ്റെ സ്വന്തം ശക്തിയാണ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തത് എങ്കിൽ പരിശുദ്ധ അമ്മ ദൈവിക ശക്തിയാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധയുടെ സ്വർഗ്ഗാരോഹണം എന്ന് പറയുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ദൈവവചനം നമ്മൾ പരിശോധിക്കുമ്പോൾ ഒട്ടേറെ വ്യക്തികൾ ഇത്തരത്തിൽ സ്വർഗ്ഗാരോഹണം നടത്തിയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്നാമതാണ് ഏലിയ പ്രവാചകൻ. അദ്ദേഹം എന്താണ് നമുക്കറിയാം അല്ലേ? അദ്ദേഹം മരിച്ചില്ല, അദ്ദേഹം അഗ്നിരഥത്തിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു വ്യക്തി ഹെനോക്കാണ്. പഴയ നിയമത്തിൽ അദ്ദേഹത്തെ നമ്മൾ അധികം ഒന്നും കാണുന്നില്ല. പക്ഷേ പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യം ഇതാണ്: അദ്ദേഹം ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ജീവിച്ചു, ദൈവം അവനെ എടുത്തു എന്നാണ് പറയുന്നത്. അദ്ദേഹം മരിച്ചതായിട്ട് പറയുന്നില്ല. പിന്നെ നമ്മൾ സ്വർഗ്ഗാരോഹണത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ കാണുന്നത് തെസ്സലോനിക്കർക്ക് ലേഖനം. തെസ്സലോനിക്കർക്ക് ലേഖനത്തിലെ 4-ാമത്തെ 16 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് സ്വർഗ്ഗാരോപണം നമുക്കതിനുള്ള സാധ്യതയുള്ളതാണ്. നമുക്ക് കേൾക്കാം. 1 തെസ്സലോനിക്കർ 4-ാമത്തെ 16 മുതൽ 17 വരെയുള്ള വാക്യം. എന്നാൽ അധികാരപൂർണമായ ആജ്ഞാവശം കേൾക്കുകയും പ്രധാന ദൂതന്റെ ശബ്ദം ഉയരുകയും ദൈവത്തിന്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്ത് കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം മേഘങ്ങൾ സംവഹിക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. ജീവിച്ചിരിക്കുന്ന നമ്മൾക്ക് സാധ്യതയുണ്ട് എന്നാണത് സ്വർഗ്ഗാരോപണം നടത്താനായി. അപ്പോൾ നമ്മൾ ആരാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ സ്വർഗ്ഗാരോപണം നടത്താനായിട്ടുള്ള ഭാഗ്യമുള്ളവരാണ് എന്ന് വെച്ചാൽ നമ്മൾ മഹത്വമുള്ളവരാണ് എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഈ മഹത്വം നമ്മളിൽ നിന്ന് വിട്ടുപോകാതിരിക്കാനായിട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അത് ഈശോ നമ്മളിൽ ഉണ്ട് എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. അതൊരു യോഗ്യതയാണ്. നമുക്ക് സ്വർഗ്ഗാരോപണം നടത്താനായിട്ടുള്ള ഒരു യോഗ്യതയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതും ഇന്ന് നമുക്ക് നൽകപ്പെടുന്ന സന്ദേശം എന്ന് പറയുന്നതാണ്: നമ്മളുടെ ഈശോയെ നഷ്ടപ്പെടാതെ നമ്മളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനാണ് നമുക്ക് സാധിക്കും. നമ്മുടെ വാക്കിലും നമ്മുടെ ചിന്തയിലും നമ്മുടെ പ്രവൃത്തിയിലും ആ ഈശോ ഉണ്ട്. ആ ഈശോയാണ് എൻ്റെ ഏറ്റവും വലിയ നിധി. ആ നിധി നഷ്ടപ്പെടരുത്. ആ നഷ്ടപ്പെട്ടാൽ ഈ സാധനം നമുക്ക് നഷ്ടപ്പെടും. ഈ ഈശോ ഉള്ളിലുള്ള വ്യക്തി ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാണ്, ഏറ്റവും വലിയ ബുദ്ധിമാനാണ്. അല്ലാതെ ലോകം പറയുന്ന ഭാഗ്യത്തെ പറ്റി ബുദ്ധിയെ പറ്റിയല്ല ഞാൻ ഈ പറയുന്നത്. യഥാർത്ഥത്തിലുള്ള ഭാഗ്യം അതാണ് ഈശോ പറയുന്നത്. ഒരു സ്ത്രീ ഈശോയുടെ വചനങ്ങൾ കേട്ടുകൊണ്ട് പറയുകയാണ്: നിന്നെ പ്രസവിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളത് എന്ന് പറയുന്നു. ഈശോ പറയുന്നത് ആ സ്ത്രീക്ക് ചുട്ട മറുപടി കൊടുത്തുകൊണ്ട് ഈശോ പറയുകയാണ്: എന്നാൽ ദൈവവചനം കേട്ട് അതനുസരിച്ച് ജീവിക്കുന്നവർ കൂടുതൽ ഭാഗ്യം. കണ്ടോ? ഏറ്റവും വലിയ ഭാഗ്യമുള്ളവർ അവരാണ്. കാരണം ഈശ്വരനുണ്ട്. ഇനി ബുദ്ധിമാൻ എന്ന് പറയുന്ന ആരാണ്? അത് ഈശോ ബുദ്ധിമാൻ പറയുന്നത്. ബുദ്ധിമാനെ കൂടി പറയുമ്പോൾ അതായത് ഒരു വ്യാപാരി ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച പ്രസംഗത്തിൽ പറഞ്ഞതാണ്. അവർ രത്നം കണ്ടെത്തി. ആ രത്നം കണ്ടെത്തിയപ്പോൾ അവർ മനസ്സിലായി ഈ രത്നത്തിൻ്റെ വില അമൂല്യമാണ്. ഇത് മനസ്സിലാക്കുമ്പോൾ മറ്റുള്ള രത്നങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ടുണ്ട്. ആ രത്നം സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതാണ് ഈശോയെ നമ്മൾ സ്വന്തമാക്കി അനുസരിച്ച് ഈശോയുടെ വചനം അനുസരിച്ച് ജീവിക്കുന്ന നമ്മളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരും ഏറ്റവും വലിയ ബുദ്ധിമാന്മാരും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കാരണം സ്വർഗ്ഗാരോപണത്തിനുള്ള എല്ലാ സാധ്യതകളും നമ്മളുണ്ട്. ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചാലും
ഈ സത്യം മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ. ഇന്ന് നമ്മൾ എന്താണ് ഭാരതത്തിൻ്റെ 78ാം സ്വാതന്ത്ര്യ ദിനം നമ്മൾ ആഘോഷിക്കുകയാണ്. സ്വാതന്ത്ര്യത്തെ പറ്റി എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമാണ്, അതായത് നമ്മൾ ഇന്ന് പ്രത്യക്ഷമായിട്ട് നമ്മൾ സ്വതന്ത്രരായി, അതായത് ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും സ്വാതന്ത്ര്യമായിട്ട് നമ്മൾ 72 വർഷമായി. പക്ഷെ നമ്മളിപ്പോഴും അസ്വാതന്ത്ര്യം അനുഭവിക്കുകയാണ്. പ്രത്യക്ഷമായിട്ടല്ല, പരോക്ഷമായിട്ട്. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമത്തത്തിൽ നമ്മൾ ഓരോ ദിവസം മുന്നോട്ട് പോകും. ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഒരു അപ്പം സമയം കിട്ടിയാൽ നമ്മളതിൻ്റെ മുൻപിലാണ്. നമ്മളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. ഈ പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും പൊങ്കിൽ സഭയിലും മറ്റ് സമൂഹത്തിലും കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവർ ആ തരത്തിൽ അവരുടെ സ്വാതന്ത്ര്യം പണത്തിനും അധികാരത്തിനും അടിയറ വെച്ചതിൻ്റെ വിഷമങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു. പ്രത്യക്ഷമായിട്ട് നമ്മൾ സ്വാതന്ത്ര്യമാണ്, പക്ഷെ പരോക്ഷമായിട്ട് നമ്മൾ വളരെ അടിമത്തത്തിലാണ്. ഇന്ന് നമുക്ക് മായമില്ലാത്ത വിഷമില്ലാത്ത ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. നല്ല ഭക്ഷണം കഴിക്കാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യം ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ട് പോയിരിക്കുകയാണ്. നല്ല ഭരണാധികാരികളെ സെലക്ട് ചെയ്യാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ടോ? ഇല്ല. ഈ രാഷ്ട്രീയ അധികാരികൾ കാണിക്കുന്ന ഈ പറയുന്ന ആളുകളെ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഗതികേട് നമുക്ക് വരുന്നത്. നല്ല അധികാരികളെ സെലക്ട് ചെയ്യാനാണ് നമുക്ക് കഴിയുന്നത്. റോഡിലൂടെ ഇറങ്ങി നടക്കാനായിട്ട് നമുക്ക് സ്വാതന്ത്ര്യമുണ്ടോ? ഇല്ല. എപ്പോഴാണ് ഒരു കില്ലപ്പട്ടി വന്ന് കാലിൽ പിടിച്ച് കടിച്ച് അല്ലെങ്കിൽ നമ്മുടെ ദേഹവാസുകൾ മുറിപ്പെടുത്തുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. സഞ്ചാര സ്വാതന്ത്ര്യം നമുക്കില്ല. സത്യം പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടോ? ഇല്ല. ഇന്ന് സത്യത്തെ അവിടെ നിർത്തിക്കൊണ്ട് ഇന്ന് അസത്യങ്ങൾ ഒത്തിരി പ്രചരിപ്പിക്കപ്പെടുകയും അതിൽ നമ്മൾ നശിക്കുകയും ചെയ്യുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ സത്യം പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി വിലക്കുറവിൻ്റെ ആ പഴയ സ്വാതന്ത്ര്യം നമുക്കുണ്ടോ? വിലക്കുറവിൻ്റെ ആ പഴയ സ്വാതന്ത്ര്യം ഇത് എന്തിനും വില കയറുകയാണ്. വില കയറ്റം എന്ന് വളരെ ശക്തമായിട്ട് മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആണ് നമ്മൾ ജീവിക്കുന്നത്. ചുരുക്കത്തിൽ ജീവിക്കാനുള്ള സ്വതന്ത്രമായിട്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനെപ്പറ്റി പറയുമ്പോൾ ടാഗോറിൻ്റെ സ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്ന ആ ഒരു വാക്യങ്ങൾ നമുക്ക് പല ആവർത്തനങ്ങൾ കേട്ടതാണ്. എന്നാൽ അദ്ദേഹം ഒരു മനുഷ്യനാണ്, അതായത് ഒരു ദിവ്യനായ മനുഷ്യനെന്ന് ഞാൻ അദ്ദേഹത്തെ വിളിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ പല ഈ പറയുന്ന കവിതകളൊക്കെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അദ്ദേഹം സ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്നത് എന്താണ്? എവിടെ മനസ്സ് നിർഭയവും ശിരസ് ഉയർന്നതുമായിരിക്കുന്നുവോ, എവിടെ അറിവ് സ്വതന്ത്രമായിരിക്കുന്നുവോ, എവിടെ ഇടുങ്ങിയ പ്രാദേശിക വ്യക്തികൾ കൊണ്ട് ലോകം തുണ്ടുകളായി വിഭജിക്കപ്പെടാതിരിക്കുന്നുവോ, ആ സ്വാതന്ത്ര്യ സ്വർഗത്തിലേക്ക് എൻ്റെ പിതാവേ എൻ്റെ നാട് തുടരട്ടെ എന്നാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന സ്വാതന്ത്ര്യം, അദ്ദേഹം വിഭാവന സ്വാതന്ത്ര്യം എന്താണ്? ഭീതിയില്ലാതെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, ഈ ലോകത്ത് അഭിമാനത്തോടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, വിഭജനത്തിൻ്റെ അതിരുകളില്ലാതെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യമാണ് അദ്ദേഹം വിഭാവന ചെയ്യുന്ന സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം പ്രിയമുള്ളവരുണ്ടോ എന്നാണ് നമ്മളോട് രാത്രിയായ നമ്മൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? 9 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങിയാൽ വിവരം അറിയും. നമ്മൾ ഈ കാണുന്ന പല സ്ഥലങ്ങളും ഒക്കെ സാമൂഹിക വിരുദ്ധരും തെമ്മാടികളും കള്ളന്മാരും അപകരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യമില്ല. ഇന്ത്യക്കാരെന്ന അഭിമാനത്തോടുകൂടി നമുക്ക് പറഞ്ഞു നടക്കാൻ പറ്റുമോ? കാരണം എന്താണ്? അത്രമാത്രം വിഭജനം ഇന്ന് നാട്ടിലുണ്ട്. വിഭജനം, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ ഇതിൻ്റെ പേരിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഭജനത്തിൻ്റെ പ്രത്യയശാസ്ത്രങ്ങൾ ഇന്ന് പ്രവർത്തിച്ചിട്ട് മണിപ്പൂരിൽ നമുക്ക് മറക്കാറായിട്ടില്ല പ്രിയമുള്ളവരെ യഥാർത്ഥ സ്വാതന്ത്ര്യം. അപ്പോൾ ഇന്ത്യക്കാരനെന്നുള്ള അഭിമാനത്തോട് നമുക്ക് നട്ടിലൂടെ നടക്കാൻ പറ്റുന്നില്ല. കാരണം ഇന്ത്യയെ കഷ്ണമാക്കി മാറ്റാനായിട്ട് ശ്രമിക്കുന്ന അധികാരി വർഗം ഇന്ന് നമ്മുടെ സമൂഹത്തിലെ ശക്തമായിട്ട് വേരൂന്നിരിക്കുന്നു എന്നുള്ള ഒരു പ്രശ്നമാണ്. പല ഇതാണ് നമ്മുടെ ഇവിടെ കേരളത്തിലില്ല. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ പറ്റില്ല. ഇവിടെയൊക്കെ മതതീവ്രവാദികളെ ശക്തമായി പിടിമുറുക്കിയിരിക്കുകയാണ്. നിങ്ങളുള്ളവരെ ഇത് നമ്മൾ മനസ്സിലാക്കുക. യഥാർത്ഥ സ്വാതന്ത്ര്യം നമുക്കുണ്ടോ? യഥാർത്ഥ സ്വാതന്ത്ര്യം നമുക്കില്ല. യഥാർത്ഥ സ്വാതന്ത്ര്യം നമുക്കില്ല. ഈ ലോകത്ത്, ഈ ഭൂമിയിൽ, ഈ ഇന്ത്യയിൽ നമ്മൾ ജീവിക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യമില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈശോ പറഞ്ഞു, സ്വാതന്ത്ര്യത്തെ പറ്റി ഈശോ പറയുന്നു, സത്യം നിങ്ങളെ സ്വതന്ത്രത. എന്താണ് ഈശോ പറയുന്നത്? സത്യം നിങ്ങളെ സ്വതന്ത്രത. അപ്പൊ യഥാർത്ഥ സത്യം ഈശോയാണ്. ഈശോയിൽ ജീവിക്കുന്നവൻ സ്വതന്ത്രനാണ്. അവന് ഈ ചുറ്റവട്ടങ്ങളോ ഈ പറയുന്ന നിയന്ത്രണങ്ങളോ ഒന്നും അവനെ കാര്യമായിട്ട് സ്പർശിക്കില്ല. അപ്പൊ മുന്നോട്ട് പോവുകയാണ്. കാരണം
അവൻ വെളിച്ചത്തിലാണ് ജീവിക്കുന്നത്, ഈശോയിലാണ് ജീവിക്കുന്നത്, സത്യമാണ് അവരെ നയിക്കുന്നത്, സത്യമാണ് അവനെ സ്വതന്ത്രനാക്കുന്നത്. ഇതാണ് പരിശുദ്ധ അമ്മ നമുക്ക് കാണിച്ചു തരുന്നത്. പരിശുദ്ധ അമ്മ ഈശോയുടെ അമ്മയാണ്. ആ കാലഘട്ടത്തിൽ സാമൂഹിക സാഹചര്യം നോക്ക്. ഹെറോദോസ് എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തു? നൂറുകണക്കിന് കുട്ടികളെ കൊന്നു. അവൻ്റെ അധികാരം അവൻ പ്രയോഗിക്കുകയാണ്. അത്തരത്തിൽ ജീവിക്കും. പിലാത്തോസ് എന്ന് പറയുന്നവൻ എന്ത് ചെയ്തു? അവൻ നീതിപീഠത്തിൽ ഇരുന്നിട്ട് അവൻ കപടത കാണിക്കുകയാണ്. ഈ രംഗത്തിൽ എനിക്ക് പങ്കില്ല, അധികാരത്തോടുകൂടി അത് ചെയ്യാൻ പാടില്ല, ആ നിരപരാധത്തെ പീഡിപ്പിക്കരുത് പറയേണ്ടവൻ കൈ കഴുകുകയാണ്. അവൻ അധികാര മോഹമാണ്. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള സമൂഹ സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധ അമ്മ ആ സാഹചര്യത്തിലാണ് ജീവിച്ചിരുന്നത്. പക്ഷേ ഈശോയുടെ അമ്മയായതുകൊണ്ട് അവൾക്കൊന്നും ഒരു കുറവുണ്ടായില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതുപോലെ നമ്മൾ ഈ ലോകത്ത് ഈശോയിലാണ് ജീവിക്കുന്നതെങ്കിൽ, ഈശോയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമെങ്കിൽ, എങ്ങനെയൊക്കെ ഈ ലോക അന്ധകാരത്തിൽ മുന്നോട്ട് പോയാലും ഈശോ നൽകുന്ന പ്രകാശം, വചനത്തിൻ്റെ പ്രകാശം, ദൈവം അങ്ങയുടെ വചനത്തിൻ്റെ പാതയിൽ പാദങ്ങളിൽ വചനം നമ്മൾ നയിച്ചുകൊണ്ടിരിക്കും. ഈ ലോകത്തിൽ നമുക്ക് വഴികാട്ടിയായിരിക്കും നിത്യജീവിതത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക്. പരിശുദ്ധമായ സുധാരോടെ മംഗളങ്ങൾ അവർക്ക് ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ